നമസ്കാരം. എല്ലാവർക്കും ഗായിക പ്രിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വള്ളുവനാട്ടിലെ സുന്ദരി പെണ്ണിന് കല്ലടിക്കോട്ടുന്ന കല്യാണം. പത്ത് വെളുപ്പിന് മുറ്റത്ത് നിക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, ഇൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. വെങ്കലം എന്ന ചലച്ചിത്രത്തിലെ ഈ ഗാനത്തിൻ്റെ ട്യൂട്ടോറിയലാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കേൾക്കുമ്പോൾ വളരെ ഈസിയാണ് എന്ന് തോന്നുമെങ്കിലും പാടാൻ വേണ്ടി പഠിച്ചു തുടങ്ങുമ്പോൾ അവിടെ എവിടെയായിട്ട് കുഞ്ഞു കുഞ്ഞു സംഗതികൾ ഒളിച്ചിരിക്കുന്ന ഒരു പാട്ടാണിത്. ആഭേരി എന്ന രാഗത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ഞാൻ പാടുന്നത് സി സ്കെയിൽ അഥവാ ഒരു ഘട്ട ശ്രുതിയിലാണ്. ഈ പാട്ടിൻ്റെ മെയിൽ വേർഷനും ഫീമെയിൽ വേർഷനും ഉണ്ട്. ഞാൻ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചിത്ര മാം പാടിയ ആ ഒരു വേർഷനാണ്. അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഈ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പാ എന്ന നോട്ടിലാണ്. അതായത് നമ്മളിങ്ങനെ ശ്രുതി ഇങ്ങനെ സാ പാ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പത്ത് വെളുപ്പിന് മുറ്റത്ത് നിക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, ഇൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. നൊട്ടേഷൻസ് നോക്കാം. പത്ത് വെളുപ്പിന് പാനി സാ സാ സനി 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 അത്രയും വരുന്നുണ്ട് കേട്ടോ അവിടെ. പത്ത് വെളുപ്പിന് പാനി സാ സാ സനി 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 മുറ്റത്ത് നിക്കണ പാനി സാ സാ സനി സനി സനി. അത് കുറച്ച് സ്പീഡിൽ പാടുമ്പോൾ ഇത്രയും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കേൾക്കണം. പത്ത് വെളുപ്പിന് മുറ്റത്ത് നിക്കണ ഇങ്ങനെ വരും. കസ്തൂരി മഗമാപ്പ മുല്ലയ്ക്ക് ഗമാപ്പ മുല്ലയ്ക്ക്. ഒന്ന് സ്ലോ ആയിട്ട് പാടുകയാണെങ്കിൽ മുല്ലയ്ക്ക് ഗമാ പാനി പമഗമാ കാതുകുത്ത് മാമ മാമ ഇൻ്റെ മാപമക കസ്തൂരി മുല്ലയ്ക്ക് ഗഗമ പനി സനി പമഗരി സനി നീ കസ്തൂരി മുല്ലയ്ക്ക് ഗഗമ പനി സനി പമഗരി സനി നീ. പിന്നെ ഒരു അടി കഴിഞ്ഞിട്ടാണ് കാതുകുത്ത് സനി സ സാ. പല്ലവി 2 തവണ പാടുന്നുണ്ട്. അപ്പോൾ ആദ്യം പാടിക്കഴിഞ്ഞു, ഇനി രണ്ടാമത് പാടുമ്പോൾ എന്താ വ്യത്യാസം എന്ന് നോക്കാം. പ്രധാനമായിട്ടും വ്യത്യാസം വരുന്നത് എൻ്റെ എന്നുള്ളവിടെയാണ്. ബാക്കിയൊക്കെ അതുപോലെ തന്നെ പാടി വരിക. പത്ത് വെളുപ്പിന് മുറ്റത്ത് നിക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത് എൻ്റെ എന്നാണ്. ആദ്യം പാടിയത് മുല്ലയ്ക്ക് കാതുകുത്ത് ഇൻ്റെ കസ്തൂരി എന്നാണെങ്കിൽ രണ്ടാമത് പാടുമ്പോൾ കുറച്ചും കൂടി ഒരു ഫീലിംഗ് കൊടുക്കുക. കാതുകുത്ത് ഇൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. ആദ്യത്തെ കാതുകുത്ത് നമ്മളൊരു അടി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കാതുകുത്ത് നീ സ സാ എന്നാണെങ്കിൽ രണ്ടാമത് പാടുമ്പോൾ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത് സനി സനി സ എന്ന് വരും. ഇനി നമുക്ക് അനുപല്ലവി നോക്കാം. ഒരു ബീറ്റ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിൺവാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമി ചന്ദ്രന് പാലോട്ട്. നൊട്ടേഷൻസ് ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് പറയുന്നത്, കാരണം കുറേ ടച്ച് നോട്ട് വരുമ്പോൾ ഈ ടെമ്പോയിൽ നൊട്ടേഷൻസ് പാടുമ്പോൾ
നമുക്കത് മനസ്സിലാവില്ല. അതുകൊണ്ട് കുറച്ച് സ്പീഡ് കുറച്ചിട്ടാണ് പാടുന്നത്. പനി നീ നീ നി ദസ നി പമഗ ഗമഗനി നാഥൻ എന്നാണ്. പനി നീ നീ നി ദസ നി പമഗ ഗമഗനി. അടുത്തത് വ്യത്യാസമുണ്ട്. പള്ളിയുണരുമ്പോൾ എന്നാണ്. അതായത് നീ 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 നി ദസ നി പമഗ ഗമഗധ. ആദ്യത്തെ നോട്ട് നീയിൽ അവസാനിക്കുമ്പോൾ രണ്ടാമത്തെ കൃഷ്ണത്തിൻ്റെ നോട്ട് അവസാനിപ്പിക്കുന്നത് ധായിലാണ്. കാരണം അടുത്ത വരി പഞ്ചമി ചന്ദ്രന് പാലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ധായിലാണ്. പഞ്ചമി ചന്ദ്രന് മദനി സാനിധ പമ പാലോട്ട്. 3 ഒരേ സ്വരാണ്. പാ പാ പാ. ഇനി അത് റിപ്പീറ്റ് ചെയ്ത് പാടുമ്പോൾ വില്വാദ്രിനാഥൻ പള്ളി ഉണരുമ്പോൾ രണ്ടും പഴയ അതേ ട്യൂൺ തന്നെയാണ്. പഞ്ചമി ചന്ദ്രന് ചന്ദ്രൻ്റെ ഭാഗത്താണ് ട്യൂൺ വ്യത്യാസം വരുന്നത്. വില്വാദ്രിനാഥൻ പള്ളി ഉണരുമ്പോൾ പഞ്ചമി ചന്ദ്രന് ദദനിത മദനിസ ചന്ദ്രന്. ആദ്യത്തെ ഓർമ്മയുണ്ടല്ലോ, ദനിത ദമദനിസ എന്നേ ഉണ്ടായിരുന്നുള്ളൂ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തത് ചന്ദ്രന് പാലോട്ട്. ആദ്യത്തത് പാലോട്ട് എന്നാണെങ്കിൽ രണ്ടാമത്തത് പാലോട്ട് എന്ന് വരും. അടുത്ത വരും നോക്കാം. വള്ളുവനാട്ടിലെ വനസ ഗരിമഗാരി സനിനീനി നാട്ടിലെ ഗരിമഗാരി സനിനീനി സുന്ദരി പെണ്ണിന് നിപസനിപ്പ പാമ ഗപമഗ ഗഗ കല്ലടിക്കോട്ടുന്നു ഗസ ഗമ ഗമ ഇപ പാമ ഗരി സനി കല്യാണം സനി സസാസ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ സുന്ദരി പെണ്ണ് എന്നൊക്കെ പറയുമ്പോൾ മാഡം ആ വോയിസിന് കൊടുക്കുന്ന ഒരു മോഡുലേഷൻ ഉണ്ട്. വള്ളുവനാട്ടിലെ സുന്ദരി പെണ്ണിന് കല്ലടിക്കോട്ടുന്ന സനി സസാസ കല്യാണം. ഇങ്ങനെയാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പാടുമ്പോൾ ശ്രദ്ധിക്കുക. വെറും സംഗതികൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കാതെ എങ്ങനെയാണ് ആ പാട്ട് ഫീലോടുകൂടി പാടിയിരിക്കുന്നത്, ഏതൊക്കെ വാക്കുകൾക്കാണ് ആ ഫീലിംഗ് കൊടുത്തിട്ടുള്ളത് എന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് പാടുക. അനുപല്ലവി പാടിയിട്ട് പല്ലവി പാടുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. 10 വെളുപ്പിന് മുറ്റത്ത് നിക്കണ എന്നാണ് വരിക. നമ്മൾ പല്ലവിയിൽ പാടിയത് നിക്കണ എന്നാണെങ്കിൽ അനുപല്ലവി പാടിക്കഴിഞ്ഞിട്ട് പിന്നെ പാടുമ്പോൾ ഇനി അങ്ങോട്ടും പാടുന്നത് നിക്കണ എന്നാണ്. കസ്തൂരി മുല്ലയ്ക്ക് എന്ന് വരും. അവിടെ ഒരു പുഷ് വരുന്നുണ്ട്. ഗമാപ ഗമാപ നിപമ ഗപമ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. അടുത്ത വരി പാടുന്നത് ഇങ്ങനെയാണ്. എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത് പസനി പമഗ ഗമ പനി പമഗരി സനി സനി സഗ സസ. എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്.